കേരളത്തിലെ പേപ്പട്ടി കടിക്കുന്ന കുട്ടികളെ കടിക്കുന്ന സംഭവങ്ങൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴേ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുട്ടിയെ ഇപ്പം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ അഡ്മിറ്റായി. കൊല്ലം വിളക്കൊടി കുന്നിക്കോട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആ സമയത്താണ് പട്ടിയുടെ കടിയേറ്റത്. ആ വീട്ടുമുറ്റത്തേക്ക് വന്ന ഒരു കൂട്ടം താറാവിനെ ഈ പട്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. ആ സമയത്താണ് കുട്ടി വീട്ടുമുറ്റത്തിരുന്നത്. കുട്ടിയെ വന്ന് കടിച്ചു. ആ കുട്ടിക്ക് ഇപ്പം പേവിഷബാധ ഏറ്റതായിട്ടാണ് പറയുന്നത്. ഏപ്രിൽ 28-നാണ് കുട്ടിയെ കടിച്ചത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുട്ടിക്ക് IDRV ഡോസ് മരുന്ന് കൊടുത്തു. ആൻറ്റി റാബിസ് സിറോ ഒക്കെ നൽകി. പക്ഷേ കുട്ടിക്ക് ആ കടിയേറ്റ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ SIT-യിൽ അഡ്മിറ്റായി. പേവിഷബാധയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ട് ചെയ്ത്. അവിടെ മലപ്പുറത്ത് ഉള്ള ഒരു പെരുവണ്ണൂർ കാക്കത്തട എന്ന സ്ഥലത്ത് അവിടെ മിഠായി വാങ്ങിക്കാൻ കടയിൽ പോയതാണ്. ആ സന്ദർഭത്തിൽ ഒരു പട്ടി ആ കുട്ടിയെ കടിച്ചു. അതിൻ്റെ തലയ്ക്ക് കടിയേറ്റു. 5.5 വയസ്സുള്ള കൊച്ചാണ്. താഴെ വീണു, തലയ്ക്ക് കടിയേറ്റു, കൈക്ക് കടിയേറ്റു. തലയിൽ നല്ല മാരകമായ മുറിവ് തന്നെ ഏറ്റെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തു. പക്ഷേ കുട്ടി പിന്നീട് പനിയുണ്ടായി, ഫ്ലൂ ആയി. പെട്ടെന്ന് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ആൻറ്റി റാബിസ് വാക്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനത്തെ വാക്സിന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു. അതിനു മുമ്പ് കുട്ടിയെ മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടി മരിച്ചു. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. 5.5 വയസ്സുള്ള കൊച്ച് വീട്ടിൽ നിന്ന് ഒന്നും അറിയാതെ മിഠായി വാങ്ങിക്കാൻ പോയി വന്നപ്പോഴാണ് പട്ടികൾ കടിക്കുന്നത്. എന്തായാലും കേരളത്തിലെ പട്ടികളുടെ ശല്യം കൂടിക്കൂടി വരികയാണ്. എല്ലാ സ്ട്രീറ്റുകളിലും ധാരാളം പട്ടികളുണ്ട്. കൂട്ടം കൂടി പട്ടികൾ നിൽക്കുന്ന കാണാം. കൂട്ടം കൂടി പട്ടികൾ നിന്നാൽ ഒരു ദൂഷ്യമുണ്ട്. അത് വേട്ടപ്പട്ടികളെ അല്ലെന്നുണ്ടെങ്കിൽ കാട്ടുപട്ടികളുടെ അതിൻ്റെ സ്വഭാവം കാണിക്കും. കാരണം കൂട്ടമായിട്ട് ഏരയെ ആക്രമിക്കും, അല്ലെങ്കിൽ ആളെ ആക്രമിക്കും. കൊച്ചുകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവർ ഒന്നിച്ചാക്രമിക്കും. ധാരാളം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ റോഡിലുള്ള പട്ടികളെ ധാരാളം പെറ്റുപെരുകി. ഇവിടെ നമുക്കറിയാം പട്ടികൾക്ക് ആഹാരം വളരെ സുഭിക്ഷമായിട്ട് ലഭിക്കും. റോഡുകളിൽ എല്ലായിടത്തും വേസ്റ്റും ഫുഡും ഒക്കെ കിടപ്പുണ്ട്. പലരും പട്ടി സ്നേഹികൾ ധാരാളം പേരുണ്ട്. ഈ റോഡിലുള്ള പട്ടികൾക്ക് എല്ലാ ദിവസവും ആഹാരം കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് അവിടുത്തെ കങ്കാരു പെറ്റുപിറകി അവിടെ വലിയ ശല്യം ചെയ്യുമ്പം അവരൊരു ലിമിറ്റിനപ്പുറത്തോട്ട് കങ്കാരു പെറ്റുപിറകിയിട്ട് അതിനെ കൊന്നുകളയും. അത് ശാസ്ത്രീയമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. എക്സസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും റോഡിൽ നിറയെ പട്ടിയാണ്. പഞ്ചായത്തും മറ്റവരൊക്കെ ചില ടെമ്പററി ആശ്വാസം കിട്ടാൻ വേണ്ടി കുറേ പട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അത് വാക്സിനേഷനൊക്കെ നടത്തി, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചില പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ കൊച്ചുങ്ങളെ കടിക്കുകയാണ്, കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പം തന്നെ SIT-യിൽ ആ കുട്ടിയെ ആ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തതാണ്. ഫസ്റ്റ് എയ്ഡ് ചെയ്തു. അതിനൊപ്പം തന്നെ IDRV ഡോസ് കൊടുത്തു. പക്ഷേ 2 മുതൽ 7 ദിവസത്തിനുള്ളിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കും മിക്കവാറും. ആൻറ്റി റാബീസ് ഡോസ് ഉണ്ടെങ്കിൽ തന്നെയും അത് ഫലപ്രദമാണ്. 90%, 100% ഫലപ്രദമാണ്. പക്ഷെ കടിച്ച സമയത്ത് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കാൻ താമസിച്ചെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടി ഈ വൈറസ് ശരീരത്തിൽ കയറും. അത് ബ്രെയിനിലാണ് വരുന്നത്. അങ്ങനെ ബ്രെയിൻ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ടാകാം, അവർക്ക് പനി ഉണ്ടാകാം, തലവേദന ഉണ്ടാകാം, അവരുടെ ശബ്ദത്തിന് വ്യത്യാസം വരാം. നമ്മൾ നാട്ടുപ്രദേശമൊക്കെ പറയും പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ പട്ടിയെ പോലെ കുരയ്ക്കുമെന്ന്. അങ്ങനെ ഒരു സംഭവം ഇല്ല. പട്ടിയെ പോലെ കുരയ്ക്കുന്നതല്ല, നമ്മുടെ ശബ്ദത്തിന് ചില വ്യത്യാസങ്ങൾ വരുന്നതാണ്. കാരണം അത് ഈ പേവിഷബാധ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഇതാണ്. അതുകൊണ്ട്
അങ്ങനെയുള്ള പഴയ കാലത്തെ ചിന്തയ്ക്കൊന്നും വലിയ കാര്യമായ പ്രസക്തിയില്ല. ഇപ്പോൾ ആന്റി റാബീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ഉറപ്പായിട്ടും രക്ഷ. അതിനൊരു 150 രൂപയിൽ കൂടുതലൊന്നും ആ മരുന്നിന് വിലയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പട്ടി അതിന് പേയുണ്ടെങ്കിലും ശരി, സാധാരണ പട്ടിയായാലും ശരി, ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ശുദ്ധജലത്തിൽ നമ്മൾ ആ കടിച്ച ഭാഗം വാഷ് ചെയ്ത് നന്നായിട്ട് കഴുകണം. ചിലർ സോപ്പ് കൂടെ ചേർത്ത് കഴുകും. ഈ കഴിച്ച ഉടൻ തന്നെ അടിയന്തരമായിട്ട് എവിടെ വെച്ച് കഴിച്ചാലും അടുത്ത വീടുകളിലുള്ളവർ ഇത് കാണുന്നവർ ശുദ്ധജലത്തിൽ ആ മുറിവ് അപ്പോൾ തന്നെ കഴുകിക്കളയണം. കാരണം ബ്ലഡ്, കടിയുടെ ഭാഗത്തു നിന്നും ബ്ലഡ് വെളിയിലോട്ട് വരുന്നത് നമുക്ക് കാണാം. ആ കടിയുടെ ആ റാബിസ് ആ ബ്ലഡ് സർക്കുലേഷൻ കയറി അങ്ങ് പോകും. അതിനു മുമ്പ് നമ്മൾ അവിടെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ വാട്ടറിലോ അല്ലെ നല്ല ശുദ്ധ വെള്ളത്തിലോ കഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ വൈറസ് അധികം ഉള്ളിലേക്ക് പോകില്ല. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഈ കൊച്ചിനെ കോഴിക്കോട്ട് തലയെ കടിച്ചിരുന്നു. ആ തലയിൽ അവരെ നല്ല കടിയുടെ പാടും നല്ല രക്തം വെളിയിലോട്ട് ധാരാളം വന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ താമസിച്ചിട്ടുണ്ടാവും. അത് ഹെഡിലായതുകൊണ്ട് പെട്ടെന്ന് അത് ബ്ലഡ് സർക്കുലേഷനിൽ കയറും. അങ്ങനെ ആയിരിക്കണം ആ കൊച്ചിന് അപകടം ഉണ്ടായത്. ഏതായാലും മലപ്പുറത്തുള്ള ആ സൽമാൻ ഹാരിസ് എന്ന് പറഞ്ഞ ആളുടെ കൊച്ചായിരുന്നു, 5.5 വയസ്സ്. അത് മലപ്പുറത്ത് വെച്ച് കടിച്ചെങ്കിലും അതിന് പനിയൊക്കെ വന്നപ്പം സംശയം തോന്നി പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അതിൽ കുട്ടി മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് വിളക്കുടി കൊല്ലത്തുണ്ടായ ഒരു കൊച്ചിനെ, 7 വയസ്സുകാരിയെ പട്ടി കടിച്ചു. ആ പട്ടിയെ പിന്നീട് ആരെങ്കിലും കണ്ടിട്ടില്ല. ആ പട്ടിക്ക് ഏതായാലും വിഷബാധ ഉള്ള പട്ടി തന്നെ. എത്ര പേരെ കടിച്ചു എന്നറിയില്ല, പട്ടി ആരും ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ഒരു പട്ടി ഒരാളെ കടിച്ച് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പട്ടിയെ നമുക്ക് എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അതിന് വിഷബാധ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അതുകൊണ്ട് അങ്ങനെയുള്ള പട്ടിയെ ചിലർ തല്ലിക്കൊല്ലും, അത് അടിച്ചു കൊല്ലുന്ന കാണാം. എന്തായാലും ആ പട്ടിയെ തീർച്ചയായിട്ടും ട്രാപ്പ് ചെയ്യുകയോ ഈ രീതി അവർ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കണം. അതിന് വിഷബാധയുള്ള പട്ടിയാണോ എന്ന് നമുക്ക് കൃത്യമായി അതിൻ്റെ റിസൾട്ട് എടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവൂ, നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. രണ്ടാമത്, ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും, പൊതുജനങ്ങൾ പലരും ഇത് കാണുന്നുണ്ട്, കുട്ടികളെ കടിക്കുന്നത്, ഒറ്റപ്പെട്ട് നടക്കുന്ന കുട്ടികളെ പല സ്ഥലത്ത് കടിക്കുന്നത് നമുക്ക് കാണാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കൊച്ചിനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുക. കാണുന്നവർ ഇതുപോലെ ആ മുറിവ് കഴുകുക എത്രയും പെട്ടെന്ന്, അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അതിന് തീർച്ചയായിട്ടും അത് രക്ഷപ്പെടാനുള്ള ആൻറ്റി റാബീസ് 100% ഫലപ്രദമാണെന്നാണ് പറയുന്നത്. IDRV ഡോസ് ആദ്യ ഒരെണ്ണം കൊടുക്കും, പിന്നീട് ആ ഡോസ് 3-4 കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് 28 ദിവസത്തിനുള്ളിൽ കൊടുക്കണം, 21 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നതും ഉണ്ട്. കടിയുടെ മാരകമായ തോതനുസരിച്ചിരിക്കും. എങ്കിലും ഈ ആൻറ്റി റാബിസിസ് അല്ലെങ്കിൽ IDRV വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തിനകം ബാക്കി 3 കൂടെ കൊടുക്കണം. മൊത്തം 4 ഡോസാണ് കൊടുക്കുന്നത്. 21 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ 28 ദിവസത്തിനെ കൊടുക്കുന്നത് ഉണ്ട്. കടിയുടെ തോത് പോലെ ഇരിക്കും. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൃത്യമായിട്ട് 4 ഡോസും കൊടുക്കും. ആൻറ്റി റാബീസിൻ്റെ അതിൻ്റെ മെഡിസിൻ്റെ കോസ്റ്റ് വലിയതായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട. അതെല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പല സംശയമുണ്ട്. ഈ 2 സംഭവങ്ങൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നു. കാരണം കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നു ഒരിടത്ത്. ഇതിപ്പം ആ കുട്ടിക്ക് വിഷബാധ ഏറ്റവും SAT അധികൃതർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പഞ്ചായത്ത് തോറും ആയ ഇതുപോലെ നായ്ക്കളെ വെടിവെച്ച് കൊല്ലാനുള്ള സംവിധാനം ചെയ്തേ പറ്റുള്ളൂ. കാരണം നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും ഭയം വരുന്നുണ്ട്. 5-6 നായ്ക്കൾ ഒന്നിച്ച് നിൽക്കുമ്പം ഭയം വരും. അവർ വേട്ടപ്പട്ടിയുടെ സ്വഭാവം കാണിക്കും. കൊച്ചു കുട്ടികളോ അതുപോലെ എന്തെങ്കിലും ഉണ്ടായി ആ വഴി നടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിന് ഒരു പ്രതിവിധിയൊന്നുമില്ല, അതെ കൊന്നൊടുക്കാനേ കഴിയുള്ളൂ. ആയി ഓരോ സ്ട്രീറ്റിലും ഉള്ള പട്ടികളെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പല പട്ടികളും അങ്ങനെ ആയിട്ട് നടക്കുന്നവർക്ക് പല മുറിവുകളുണ്ടാവും. കാല് മുറിഞ്ഞിട്ടുണ്ടാവും, കൈ മുറിഞ്ഞിട്ടുണ്ടാവും, കണ്ണിന് പ്രശ്നമുണ്ട്. അതിനൊന്നും ആരും നോക്കാനോ ട്രീറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അത് റോഡിൽ കിടന്ന് ചാവും. അതുകൊണ്ട് അങ്ങനെയുള്ള പട്ടികളെ സെലക്ട് ചെയ്ത് അതിനെ വെടിവെച്ച് കൊല്ലുന്ന പബ്ലിക് സേഫ്റ്റിക്കും പബ്ലിക് ഹെൽത്തിനും വേണ്ടിയിട്ട് അത് ചെയ്യേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതേപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ബോധവാന്മാരാകുന്നത്. അതുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇങ്ങനെയുള്ള പട്ടിക്കൂട്ടങ്ങളുള്ള അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും
അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടെ ചേർന്നിട്ട് അവിടെ പഞ്ചായത്ത് തോറും നമുക്കിപ്പോൾ അറിയാം, മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഹണ്ടേഴ്സിനെ കിട്ടും. കാരണം പന്നിയെ വെടിവെച്ച് കൊല്ലുന്ന അതിന് നിയമപരമായ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ആക്രമിക്കുന്ന പന്നികളെയും അതുപോലെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെയൊക്കെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ അതിനുള്ള സംവിധാനം എല്ലാ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ച് എക്സസായ ഈ പട്ടികൾ ഒരു സ്ട്രീറ്റിൽ കൂടുതലുണ്ടെങ്കിൽ പകുതി എണ്ണത്തിനെങ്കിലും നശിപ്പിക്കാനുള്ള സംവിധാനം, യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ നശിപ്പിക്കാനുള്ള സംവിധാനം അത് പഞ്ചായത്ത് ഏറ്റെടുക്കണം. അത് പഞ്ചായത്ത് ആ ലോക്കൽ മെമ്പറുടെ കടമയാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ചേർന്നിട്ട് കളക്ടറുമായിട്ട് സംസാരിച്ച് അവരൊക്കെ ഇതിന് തീർച്ചയായിട്ടും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പതിവാണ്. എങ്കിലും ഒരു പഞ്ചായത്ത് പ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധിയും പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനം അത് അംഗീകരിക്കും. പിന്നീട് കോടതിയായാലും ആരായാലും ശരി, അത് ഒരു പട്ടിയെ ഉപദ്രവിക്കാനോ കൊന്നൊടുക്കാനുള്ളതല്ല. മനുഷ്യന് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഇതുപോലുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നത്. അത് ന്യായമാണ്, മനുഷ്യന്റെ നന്മയ്ക്ക് നല്ലതാണ്, പൊതുജന നന്മയ്ക്ക് നല്ലതാണ്. 2 കുട്ടികളുടെ പേവിഷബാധ ഏറ്റത് നമ്മളിപ്പം കണ്ടിരിക്കുന്നു. അതിലൊരെണ്ണം നമുക്ക് മരണപ്പെട്ട ഒരു കൊച്ച്. അതുപോലെ ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം. ഏതായാലും പൊതുജനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എവിടെ നിങ്ങളുടെ കുട്ടിയായാലും ശരി, പോകുന്ന വഴിക്കായാലും ശരി, ഒരു കൊച്ചിനെയോ ഒരാളെയോ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുക. പകുതിയെങ്കിലും അതിൻ്റെ റാബീസ് അകത്തോട്ട് കയറാതെ പൊക്കോളും. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധജലത്തിൽ കഴുകിയാൽ മതി, ഒന്നും പേടിക്കേണ്ട. അത് പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. 4 ഡോസ് ഉണ്ട്. 28 ദിവസത്തിനോ അല്ലെ 21 ദിവസത്തിനോ അവർ കൊടുത്തോളും. കടിയുടെ മാരകമായ തോതനുസരിച്ചാണ് അത് നിശ്ചയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലതും പത്രത്തിൽ വരുന്നില്ല. കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ എക്സസായ പട്ടികളെ നശിപ്പിക്കാനായിട്ട് അധികൃതർ റെഡിയാകണം. അതിന് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്.